മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഓരോ പ്രഭാതവും. ആ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ പ്രഭാതത്തിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും ഇതുതന്നെയാണ് വിളിച്ചോതുന്നത്, ദൈവം സ്നേഹമാണ് എന്ന്. സ്നേഹത്തോടെ നമ്മെ വിളിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്നീ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായി നമുക്കെല്ലാ സമർപ്പിതരെയും എല്ലാ വൈദികരെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ജീവിതങ്ങളിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാവാനായിട്ട്, അവരിലൂടെ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ശുശ്രൂഷ മേഖലകളെയൊക്കെ സമർപ്പിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ അനേകർക്ക് ആത്മാവിൻ്റെ നിറവുണ്ടാവാൻ, വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടാനായിട്ട് പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ദിവ്യകുമാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ നിമിഷവും ആശ്വസിപ്പിച്ച് കൃപയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവായ ദൈവം ശരിയായ രീതിയിൽ എല്ലാം ഗ്രഹിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നാം ശ്രവിക്കുന്ന ഈ വചനം നമുക്ക് സന്തോഷമായി, ആനന്ദമായി, സമാധാനമായി, ശക്തിയായി നമ്മിൽ നിറയുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈശോയുടെ വചനം ശ്രവിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 34:10. സങ്കീർത്തനങ്ങൾ 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോൾ ഈ വചനം നമുക്ക് വലിയൊരു ശക്തിയാണ്. ഈ വചനം നമുക്ക് വലിയൊരു ആശ്വാസമാണ്.
പ്രിയപ്പെട്ടവരെ, സിംഹക്കുട്ടി, ഒരു സിംഹത്തിൻ്റെ കുഞ്ഞ്, അതുപോലും വിശന്ന് തളർന്ന് ആഹാരം കിട്ടാതെ കഷ്ടപ്പെടാനുള്ള സാഹചര്യം കടന്നു വന്നാൽ പോലും എന്ന് പറയുമ്പോൾ, സിംഹത്തിൻ്റെ കുഞ്ഞിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആ കാട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും തന്നെ പട്ടിണിയിലായി പോകും. കാരണം കാട്ടിലെ സിംഹമാണല്ലോ രാജാവാണ് ആ സിംഹം. അപ്പോൾ സിംഹം രാജാവായതുകൊണ്ട് തന്നെ അതിൻ്റെ കുഞ്ഞിന് ഒന്നിനും കുറവുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ കുറവുണ്ടായാൽ പോലും എന്നിൽ ആശ്രയിക്കുന്ന ഒരുവർക്കും ഒരു നഷ്ടവും ഒരു തരത്തിലുള്ള കുറവും കടന്നു വരുവാൻ അനുവദിക്കുകയില്ല എന്ന് കർത്താവ് നമ്മോട് പറയുക. അതായത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനയും അവൻ ശ്രവിക്കും. കർത്താവിൽ ആശ്രയം വയ്ക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ചില സാഹചര്യങ്ങളിലൊക്കെ ക്ഷണികമായ വേദന നമ്മിലേക്ക് കടന്നു വരാം. അത് മാനുഷികമാണ്. ഭൗതികമായിട്ടുള്ള വേദനകൾ നമ്മെ അലട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ വേദനയിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവകൃപ നമ്മിലുണ്ടാവും, ദൈവാനുഗ്രഹം നമ്മിലുണ്ടാവും. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും വചനം പഠിപ്പിക്കുന്നുണ്ട്. 11-ാമത്തെ തിരുവചനം, മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. അപ്പോൾ കർത്താവ് പറയാണ്, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം, ഞാൻ പറയുന്നത് കേൾക്കുക. നമുക്ക് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോകം പറയുന്നത് കേൾക്കാനാണ് മനുഷ്യന് ഒത്തിരി ആഗ്രഹവും സന്തോഷവും. കാരണം എന്താണ്? ലോകം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിലൊരു ബുദ്ധിമുട്ടുമില്ല, ഭയങ്കര സന്തോഷമാണ്. ഇപ്പം എന്ത് തോന്നുന്നോ അത് ചെയ്തോളാൻ പറയും. ഇപ്പം എനിക്ക് തോന്നുന്ന എല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ അത് വലിയ ബാധ്യതയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമായി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഈ ലോകം എന്നോട് പറയുക, നിൻ്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിച്ചോ, നിനക്ക് പണമുണ്ടെങ്കിൽ ആവശ്യമുള്ളതുപോലെ ചിലവാക്കി എന്ത് വേണേലും കാണിച്ചോ, നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് നീ എന്ത് വേണേലും ചെയ്തോ, ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ ലോകം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക. രോഗം ഒരിക്കലും നമുക്കൊരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്നില്ല, ഒരു നിയന്ത്രണം വയ്ക്കുന്നില്ല, വേണ്ട എന്ന് പറയുന്നില്ല. എന്ത് വേണേലും ചെയ്തോ എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിൽ കടന്നു വരുന്ന തിന്മകളിലേക്ക് ഈ ലോകം നമ്മെ ആകർഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. തിന്മകളിലേക്കുള്ള ആകർഷണം ക്ഷണിക സന്തോഷം കൊണ്ടുവരും, ശാശ്വതമായ സന്തോഷത്തെ ഇല്ലാതാക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ കർത്താവിൽ ആശ്രയിച്ച് അവനോട് ചേർന്ന് നിന്ന് ശക്തിയും കൃപയും അനുഗ്രഹവും അഭിഷേകവും സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറാകണമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മോട് പറയുക. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് കരുതുന്ന മേഖലകളിൽ പോലും ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും എന്ന് ഈ വചനം നമ്മോട് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നാം ആഗ്രഹിക്കേണ്ടത്. വീണ്ടും വചനം നമ്മെ പഠിപ്പിക്കും. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനം. ജോബ് 23:14. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. ഇതൊരു ബോധ്യമാണ്. ജോബിന് ഈ ബോധ്യം എങ്ങനെയാണ് കിട്ടിയത്? സഹനത്തിലായിരിക്കുമ്പോഴാണ്, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ദൈവം അവനെ ആശ്വസിപ്പിക്കുമ്പോൾ അവനൊരു ബോധ്യം കിട്ടുകയാണ്. ഈ ലോകത്തിലുള്ള സമ്പത്തും സന്തോഷവും മക്കളും ആടുമാടുകളും പണവും പ്രശസ്തിയും പേരുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊന്നും കിട്ടാത്ത ഒരു ബോധ്യമാണ് ജോബിന് ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കിട്ടുന്നത്. അങ്ങനെയാണ് അവൻ പറയുന്നത്, എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റിക്കൊള്ളുമെന്ന്.
അപ്പോൾ കർത്താവ് എന്നെക്കുറിച്ച് പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ നിറവേറ്റിക്കൊള്ളും. ഞാൻ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്നാണ് ജോബ് പറയുന്നത്. അപ്പോൾ അതുവരെയും ജോബിൻ്റെ ജീവിതത്തിൽ ആകുലതയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കുള്ളതെല്ലാം പോയി, എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു. ഇങ്ങനെയൊക്കെ ആകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ജോബിൻ്റെ മുൻപിലാണ് ഈ ഒരു ബോധ്യം കടന്നു വരുന്നത്. എൻ്റെ ദൈവം എന്നെക്കുറിച്ചുള്ള പദ്ധതി പൂർണ്ണമായും നിറവേറ്റും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കുറിച്ചുള്ള പദ്ധതി നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യം, ആ ദൈവം ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല എന്നൊരു ബോധ്യം, അവനിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ഭഗ്നാശരാവുകയില്ല, ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി വചനം നമുക്ക് ഓർക്കാം. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. ഈ ഒരു ബോധ്യത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ഈ സമയം നമ്മുടെ പ്രത്യേക നിയോഗം എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും ഓർത്ത് അവരെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ദൈവാശ്രയത്തിൽ ശക്തി പ്രാപിച്ച് ശുശ്രൂഷാ മേഖലകളിൽ അനേക ആത്മാക്കളെ നേടുവാൻ തക്കവിധം ഈശോയെ ആത്മാവിൻ്റെ നിറവും ശക്തിയും വചനത്തിൻ്റെ വലിയ സമാധാനവും അഭിഷേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും നല്ലൊരു പ്രത്യാശയോടെ കർത്താവ് എനിക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം നിറവേറ്റുമെന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ തക്കവിധം അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും ഓർക്കാം, സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഡിവൈൻ ഗുഡ്നസ് യൂട്യൂബ് ചാനൽ, അതേപോലെ തന്നെ ചാനൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകൾ, ഡിവൈൻ ധ്യാനകേന്ദ്രം, ധ്യാനകേന്ദ്രത്തിലെ ധ്യാന ശുശ്രൂഷകൾ എല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഇന്ന് മരിയൻ കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥനയിൽ നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരോട് ചേർന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് ഉയർത്താം. ഉപവാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരെ കുറച്ച് സമയമെങ്കിലും ആ രീതിയിൽ ദൈവസന്നിധിയിൽ ചിലവഴിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. വചനം വായിച്ച് വചനത്തിന് നിറവ് എല്ലാവരിലും നിറയുവാനായിട്ട് അതിനുവേണ്ടി ആ രീതിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം.
സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി ആത്മാവിൻ കീർത്തിക്കയല്ലോ നാഥ ആഴികളങ്ങേ മഹത്വം അമ്പരമേഘങ്ങളെല്ലാം തൂകും ആശീസിൻ കുമാരി നീളേ ആശീസിൻ കുമാരി നീളേ സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി ആരാധ്യനങ്ങേ സമക്ഷം താനേ ആകുലഭാവങ്ങൾ നീങ്ങും ആത്മീയ ലോകം തുറക്കും നാഥ അങ്ങേ പ്രസാദം നിതാന്തം അങ്ങേ പ്രസാദം നിതാന്തം സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി സൂര്യനുദിക്കുന്നതങ്ങേ സ്നേഹം പാരിലൊഴുക്കുവാൻ വേണ്ടി അന്ധകാരത്തിന്റെ ലോകം തോറും ആശകൾ പൂക്കുവാൻ വേണ്ടി. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് കാവൽ മാലാഖമാരെയും അതുപോലെ തന്നെ സകല വിശുദ്ധരെയും അവരുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ അവരുടെ പ്രാർത്ഥനാ സഹായം നമുക്ക് ചോദിക്കാം. നമ്മുടെ ഇടവകയുടെയൊക്കെ മധ്യസ്ഥൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായവും സംരക്ഷണവും ഓരോ നിമിഷവും ഉണ്ടാകുവാനായി സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തിരുസഭയോട് ചേർന്ന് ഇപ്പോൾ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോട്, കർദിനാളന്മാരോട്, മെത്രാന്മാരോട്, എല്ലാ വൈദികരോടും സന്യസ്തരോടും സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും കൃപയുടെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.